CPM-നെ വിമർശിച്ചാൽ കൊലപാതകമെന്ന് പരോക്ഷമായി പറഞ്ഞ കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജയിൽ കഥകൾ പുരോഗമിക്കുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്ന് നോക്കാം എന്നുമാണ് ഫേസ്ബുക്ക് കുറിപ്പ്. 15 മിനിറ്റിനകം ഫേസ്ബുക്ക് പോസ്റ്റിൽ സച്ചിദാനന്ദൻ തിരുത്തൽ വരുത്തി. തുടർഭരണവുമായി ബന്ധപ്പെട്ട സച്ചിദാനന്ദന്റെ പ്രതികരണത്തിൽ ചർച്ചകൾ തുടരുകയാണ്. തുടർഭരണം നല്ലതല്ലെന്ന് കെ സച്ചിദാനന്ദന്റെ പ്രതികരണം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇടത് സൈബർ ഇടങ്ങളിൽ സച്ചിദാനന്ദന് രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു. ഇതിന് പിന്നാലെയാണ് കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജയിൽ കഥകൾ പുരോഗമിക്കുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്ന് നോക്കാമെന്നുമാണ് ഫേസ്ബുക്ക് കുറിപ്പ്. ഒരു കഥാസമാഹാരം, ഒരു കവിതാ സമാഹാരം, ഒരു ലേഖന പ്രഭാഷണ സമാഹാരം. കൊല ചെയ്യപ്പെട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞായിരുന്നു പോസ്റ്റ് അവസാനിപ്പിച്ചത്. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ഈ പോസ്റ്റ് തിരുത്തി കൊലപാതകമെന്നത് അതിജീവിച്ചാൽ എന്നാക്കി മാറ്റി. ഇതിനിടെ ഇന്നലെ കെ സച്ചിദാനന്ദനെ കണ്ടത് വിവാദം അവസാനിപ്പിക്കാനല്ലെന്ന് വൈസ് പ്രസിഡന്റും എഴുത്തുകാരനുമായ അശോകൻ ചരുവിൽ പറഞ്ഞു. എം.എൻ. കാരശ്ശേരിക്കെതിരെയും അശോകൻ ചരുവിൽ വിമർശനം ഉന്നയിച്ചു. തുടർഭരണം വേണ്ടയോ തുടർഭരണം വേണ്ട എന്നുള്ളൊരു വാദഗതി അതിശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അത് തുടങ്ങി വെച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കാരശ്ശേരി മാഷാണ്, എം.എൻ. കാരശ്ശേരി മാഷാണ്. ഒരു അടിയുറച്ച കോൺഗ്രസ് അനുഭാവിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2021 അദ്ദേഹം ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചു. സച്ചിദാനന്ദനെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞതിനെ വിമർശിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കരുത്. അദ്ദേഹം ഒരു ഉയർന്ന, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരു സാഹിത്യകാരനാണ്. ചിലപ്പോൾ വൈകാരികമായിട്ടാണ് സാഹിത്യകാരന്മാരൊക്കെ ഇത്തരം കാര്യത്തിൽ പ്രതികരിക്കുക. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.